ഹലോ ഗൈസ്, വെൽക്കം ടു സിനി ബസ് മലയാളം. ബിഗ് ബോസ് മലയാളം സീസൺ 8 അഗ്നിപരീക്ഷയുടെ എപ്പിസോഡ് 13 റിവ്യൂമായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഓണമെല്ലാം കഴിഞ്ഞിട്ട് എല്ലാവരും നല്ല ഹാപ്പി ആയിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. അപ്പം ഇന്നത്തെ ഒരു എപ്പിസോഡ്, ഇന്നലെ എപ്പിസോഡ് നമ്മൾ റിവ്യൂ ചെയ്തപ്പോൾ പറയായിരുന്നു ഓണം എപ്പിസോഡായിരുന്നു. അതിൽ വലിയ കാര്യമായിട്ടൊന്നുമില്ല, എലിമിനേഷൻസ് ഒന്നും ഇല്ലായിരുന്നു. ഇന്നാണെന്നുണ്ടെങ്കിൽ 12 വീണ്ടും 12 കണ്ടസ്റ്റൻസ് 12 കണ്ടസ്റ്റൻസ് ഉണ്ട്. അപ്പോൾ അവരുമായിട്ടാണ് ഈ ഒരു എപ്പിസോഡ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പം അരണീഷ ആസ് യൂഷ്വൽ സ്റ്റാർട്ട് ചെയ്യുന്നു. സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ഫസ്റ്റ് ടാസ്ക് എന്ന് പറയുന്നത് ട്രസ്റ്റ് അൺട്രസ്റ്റ് ടാസ്ക് ആണ്. ഇതെല്ലാം ഒരു എന്താ പറയുന്നത്, അങ്ങോട്ടും ഇങ്ങോട്ടും കുറച്ച് ബ്ലെയിം ചെയ്യുക, ഒരു ഒരു ഡൈനാമിക്സ്, അതായത് കണ്ടസ്റ്റൻസ് തമ്മിലുള്ള ഒരു ഡൈനാമിക്സ് ഈ ജഡ്ജസിനെ ഇവാലുവേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ടാസ്കുകളാണ്. ഇതെല്ലാം കൂടുതലും മറ്റേ സംസാരിക്കുന്ന, അല്ലാതെ എന്താ പറയുക, ഫിസിക്കലായിട്ടുള്ള ടാസ്കുകളല്ല കൂടുതൽ. അപ്പൊ ഇവർ ഇവർ ഇങ്ങനെയുള്ള ടാസ്കുകൾ കൊടുത്തു കഴിയുമ്പോൾ ഗെയിം പ്ലേയിങ്, അവരുടെ സ്ട്രാറ്റജീസും അവർ തമ്മിലുള്ള ഒരു പേഴ്സണൽ ഡൈനാമിക്സും ഒക്കെ നമുക്ക് ഈ ഗ്രൂപ്പുകൾ എങ്ങനെ ഫോം ചെയ്യുന്നു എന്നതിനെ പറ്റിയൊക്കെ ഇവർക്ക് ഈസി ആയിട്ട് മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ ഈ ഫസ്റ്റ് ടാസ്ക് എന്ന് പറയുന്നത് ട്രസ്റ്റ് ഓർ അൺട്രസ്റ്റ് ടാസ്ക്. അപ്പം ട്രസ്റ്റ് ഒരാളെ, അതായത് ഓരോരുത്തർ വന്നിട്ട് ഈ 12 കണ്ടസ്റ്റൻസും സ്റ്റേജ് വന്നിട്ട് ഓരോരുത്തരും അവർക്ക് അതായത് നന്നായിട്ട് ട്രസ്റ്റ് ഉള്ള ഒരാളെയും ട്രസ്റ്റ് ഇല്ലാത്ത ട്രസ്റ്റ് വർത്തി ആയിട്ടുള്ള ആളെയും, അതായത് വിശ്വസിക്കാൻ കൊള്ളാത്ത ഒരാളെയും സ്റ്റേജിലേക്ക് വിളിക്കണം. എന്നിട്ടാണെന്നുണ്ടെങ്കിൽ ആ ഒരു ട്രസ്റ്റ് ഉള്ള ആൾക്ക്, നമുക്ക് വിശ്വാസമുള്ള ആൾക്ക് പൂ വെച്ചിട്ടുള്ള ഒരു ബാഡ്ജ് കൊടുക്കണം. നമുക്ക് വിശ്വസിക്കാൻ പറ്റാത്ത ആൾക്ക് കത്തിയുടെ ഒരു ഇമേജ് ഉള്ള ഒരു ബാഡ്ജ് ഇത് കുത്തി കൊടുക്കണം. അപ്പം അവര് ഈ കണ്ടസ്റ്റൻസ് ആണ് ഓപ്പൺലി പറയേണ്ടി വരും. അതായത് അങ്ങനെ ഒരു ഓപ്ഷൻ നമുക്ക് ബിഗ് ബോസ് പോയാലും ഇങ്ങനെയുള്ള ടാസ്കുകൾ നമ്മൾ പഴയ സീസൺസിലൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അതായത് ഓപ്പൺലി നമുക്ക് പറയണം. ഇപ്പൊ ഒരു എന്താ പറയുന്നത്, ഒരു നോമിനേഷന് വിളിക്കുമ്പോൾ പോലും അവര് ചിലപ്പോൾ ഓപ്പൺ നോമിനേഷൻ വരുമ്പോൾ അത് ക്ലിയർ കട്ടായിട്ട് എന്തുകൊണ്ടാണ് റീസൺ എന്ന് പറയാനുള്ള ഒരു ഗഡ്സ് ഉണ്ടായിരിക്കണം. ചിലർ ഭയങ്കര മറ്റേ ഷുഗർ കോട്ടൊക്കെ ചെയ്തു, അവർക്ക് ഇനി വിഷമമായാലോ എന്നൊക്കെ വിചാരിച്ചിട്ട് പറയുന്ന ആൾക്കാരുണ്ട്. അപ്പൊ അതൊന്നും ചെയ്യാണ്ട് ക്ലിയർ കട്ടായിട്ട് ചെയ്യാൻ വേണ്ടിയാണ് ഇങ്ങനെയുള്ള ഒരു ടാസ്കുകൾ കൊടുത്തിരിക്കുന്നത്. അപ്പം ഓരോരുത്തർ വരുന്നു. അവരുടെ ഇഷ്ടമുള്ള ആൾക്കാരും ഇഷ്ടമില്ലാത്ത ആൾക്കാരെയും, അല്ല ഇഷ്ടമല്ലെന്നല്ല, വിശ്വാസം ഇല്ലാത്തവരും വിശ്വാസമുള്ളവരെയും പറയുന്നുണ്ട്. ഇതിനകത്ത് പലരുടെയും ഇങ്ങനെ ഇപ്പൊ പൂജയൊക്കെ വന്നിട്ടാണെന്നുണ്ടെങ്കിൽ ഷ്യാമിനെയാണ് വിശ്വാസമുള്ളത്. അപ്പൊ ജഡ്ജസ് ചോദിക്കുന്നുണ്ട്, കഴിഞ്ഞ ദിവസം പറഞ്ഞു പൂജയ്ക്ക് തീരെ ഇഷ്ടമില്ലാത്ത ആളായിരുന്നു ശ്യാം എന്ന് പറഞ്ഞു, പിന്നെ ഷ്യാമിന് കൊടുത്തതെന്ന് വെച്ചാൽ അവർ കട്ട് ചെയ്ത് ചോദിക്കുന്നുണ്ട്. അപ്പൊ അത് ചില കേസുകളിൽ ചിലരുടെ കയ്യിൽ നിന്നൊക്കെ പോകുന്നുണ്ട്. അപ്പം ഇത് പിന്നെ ഓരോരുത്തർ ഓപ്പൺലി അക്യൂസ് ചെയ്തു, വിശ്വസിക്കാൻ കൊള്ളത്തില്ലെന്ന് പറഞ്ഞിട്ട് അക്യൂസ് ചെയ്യുമ്പോൾ അവിടെ ഒരു ഭയങ്കര ഒരു ഹീറ്റഡ് ആയിട്ടുള്ള ഒരു ആർഗ്യുമെന്റ്സ് ഒക്കെ ആ കണ്ടസ്റ്റൻസ് തമ്മിൽ ഉണ്ടായി വരുന്നുണ്ട് കേട്ടോ. അപ്പൊ ഇങ്ങനെ ഓരോരുത്തരും വന്നിട്ട് അവർക്ക് വിശ്വാസമുള്ളവരെ വിശ്വാസം ഇല്ലാത്തവരെയൊക്കെ പറയുന്നുണ്ട്. അത് അവർ അവർ ഓരോരുത്തർക്ക് അവരുടേതായ റീസൺ, ചില റീസൺസ് ഒക്കെ വളരെ സില്ലി ആയിരുന്നു, ചില റീസൺസ് ഒക്കെ ജെനുവിൻ ആയിട്ടുള്ള റീസൺസ് ഉണ്ട്. അപ്പം അത് പറഞ്ഞു. അങ്ങനെ വന്നതിനതിൽ ഏറ്റവും കൂടുതൽ ആൾക്കാരെ ട്രസ്റ്റ് വർത്തി ആണെന്ന് പറയുന്ന ആളെന്ന് പറയുന്നത്, അത് വിശ്വസിക്കാൻ കൊള്ളാവുന്ന ആളെന്ന് പറയുന്നത് ഷ്യാമാണ്. 3 ബാഡ്ജാണ് കിട്ടിയത്. ഏറ്റവും കൂടുതൽ വിശ്വസിക്കാൻ കൊള്ളത്തില്ല എന്ന് പറയുന്നത് നമ്മളുടെ ഷാമോനും അതുപോലെ തന്നെ ഷിബിനെയാണ്. അവർക്ക് 2 പേർക്കും ഒരേ പോയിന്റാണ് കിട്ടിയത്. അപ്പൊ അവർ 2 പേരുമാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വിശ്വസിക്കാൻ കൊള്ളാത്ത എന്നുള്ള ആൾക്കാരെന്ന് പറഞ്ഞിട്ട് ആളുകൾ പറഞ്ഞത്. അപ്പം ഇത്രയുമായിരുന്നു ഈ ട്രസ്റ്റ് അല്ലെങ്കിൽ ട്രസ്റ്റ് ഓർ അൺട്രസ്റ്റ് ടാസ്ക് എന്ന് പറയുന്ന ഇതിൽ ഉണ്ടായിരുന്നത്. അത് കഴിഞ്ഞിട്ട് അടുത്ത വരുന്നത് പറയുന്നത് ഒരു കളർ സർക്കിൾ ടാസ്ക് ആണ്. അപ്പം ഈ കളർ സർക്കിൾ ടാസ്കിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് മറ്റേ നമ്മൾ ഇതിന്റെ മുന്നുള്ള ഈ ട്രസ്റ്റ് ആൻഡ് അൺട്രസ്റ്റ് ടാസ്ക് ഉണ്ടല്ലോ, അത് ശരിക്കും ഇതിന്റെ ആ ഒരു ഗെയിമിന്റെ ഒരു തുടർച്ചയെന്ന് വേണമെങ്കിൽ ഇത് പറയാം. ഇതിനകത്തിലും ശരിക്കും പറഞ്ഞാൽ ട്രസ്റ്റ് ആണ് ഇവിടെ മെയിൻ. ട്രസ്റ്റ് എന്ന് പറയുന്നത് നമുക്ക് ഇവിടെ ഈ 12 കണ്ടസ്റ്റൻസും ഇവിടെ വന്നിട്ട് ഒരു ലൈനിൽ നിൽക്കണം. എന്നിട്ട് അവരെ കണ്ണാണെങ്കിൽ ബ്ലൈൻഡ് വെച്ചിട്ട് അടച്ചു വെച്ചിട്ടുണ്ടാവും. അപ്പൊ എന്നിട്ട് ഇവരുടെ ബാക്കിലാണെന്നുണ്ടെങ്കിൽ ഇവര് കണ്ണടച്ച് തിരിഞ്ഞു നിൽക്കുകയാണല്ലോ. അപ്പൊ ഇവരുടെ ബാക്കി വന്നിട്ട് പല കളറിലുള്ള 4 കളറിലുള്ള കളേഴ്സ് കൊണ്ടുവന്ന് ഒട്ടിക്കും. ഗ്രീൻ, റെഡ്, യെല്ലോ, ബ്ലൂ. എന്നിട്ട് ഈ ഫ്രണ്ടിൽ സ്റ്റേജിൽ ശരിക്കും പറഞ്ഞാൽ 4 കോളംസ് ഉണ്ട്, ഓരോ കളർ വെച്ച്. ഈ പറഞ്ഞ ഈ 4 കളർ വെച്ച്, ഗ്രീൻ, റെഡ്, യെല്ലോ, ബ്ലൂ, ഈ 4 കളർ വെച്ചിട്ടുള്ള 4 സർക്കിൾസ് ഉണ്ട്. അപ്പം എന്നിട്ട് ഇവരെന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്ലൈൻഡ് ഫോൾഡ്സ് എടുത്തു കഴിയുമ്പോൾ, ബസർ പ്രസ് ചെയ്ത് കഴിയുമ്പോൾ കണ്ടസ്റ്റൻസ് എന്താ ചെയ്യണം, അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിച്ച് അവരുടെ തലയുടെ ബാക്കിലുള്ള കളർ എന്താ ചോദിക്കണം. അവർക്ക് ഏറ്റവും വിശ്വാസമുള്ള ആളുടെ അടുത്ത് പോയി ചോദിക്കണം. ചോദിച്ചു കഴിഞ്ഞാലേ കറക്റ്റായിട്ട് അവർ പറഞ്ഞു കൊടുക്കത്തുള്ളൂ. അപ്പൊ അവർക്ക് വിശ്വാസം, അപ്പൊ ഇതിനകത്തിൽ ശരിക്കും പറഞ്ഞാൽ കഴിഞ്ഞ ടാസ്കിൽ അവർ വിശ്വാസമുള്ള വിശ്വാസം ഇല്ലാത്തവർ അതെങ്ങനെ ഇവരിവിടെ അപ്ലൈ ചെയ്യുമെന്നുള്ളതാണ് ഇവിടെ നോക്കുന്നത്. ശരിക്കും അതിനകത്ത് അവരങ്ങനെയൊക്കെ പറഞ്ഞു, എനിക്ക് ഇന്നയാളെ വിശ്വാസമാണെന്നൊക്കെ പറഞ്ഞു. പക്ഷേ ഈ ഒരു ടാസ്ക് വരുമ്പോൾ അവർക്ക് ആ വിശ്വാസം ശരിക്കും ഉണ്ടോ എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റും. മറ്റേ ടാസ്കിൽ ചിലർ വിശ്വാസം ഉണ്ടെന്ന് പറഞ്ഞവര് പലരും ഇവിടെ ചതിക്കുന്നുണ്ട്. അവര് അതായത് ഈ പറഞ്ഞ ആൾക്കാരെ തന്നെ വിശ്വാസം ഇല്ലാതിരിക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ഇത്, അപ്പം ചിലര് കറക്റ്റായിട്ട് തന്നെ പറഞ്ഞു കൊടുക്കും, ചിലര് തെറ്റായിട്ട് പറഞ്ഞു കൊടുക്കും. അപ്പൊ അതങ്ങനെ
എന്താ പറയുന്നേ, അപ്പൊ ഈ ബ്ലൈൻഡ് ഫോൾഡ്സ് ഒക്കെ റിമൂവ് ചെയ്ത് കഴിയുമ്പോൾ ഇങ്ങനെ ഇവര് ഓരോരുത്തരും പോയി പലരുടെ അടുത്ത് ചോദിക്കും. പലരുടെ ചോദിക്കും. അതിന്റെ ബേസിസിൽ അവരാണെങ്കിൽ ഈ അടുത്ത ബസർ കേൾക്കുന്നതിന് മുമ്പേ ഏതാണോ ഇവർ തലയിൽ പുറകിലുണ്ടെന്ന് കളർ ഉണ്ടെന്ന് ഇവർക്ക് ഐഡിയ കിട്ടിയത്, അതായത് പലരോട് ചോദിച്ചു കഴിയുമ്പോൾ അവർ കറക്റ്റായിട്ട് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു കളറിന്റെ അവിടെ പോയി അവരവിടെ നിൽക്കണം. അപ്പൊ എന്നിട്ട് വൺസ് അവർ കളറിന്റെ അവിടെ നിന്ന് കഴിയുമ്പോൾ ബസർ അടിച്ചു കഴിയുമ്പോൾ ഇവരെന്നിട്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ അന്നേരം ഇവർക്ക് ശരിക്കുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാൻ തെറ്റണ്ട. ഈ കളർ പറഞ്ഞു കൊടുക്കുന്ന ആളുണ്ടല്ലോ, അവർക്ക് ശരിയോ തെറ്റോ കൊടുക്കും. അത് ഡിപ്പെൻസ്. ചിലപ്പോൾ ശരി പറയായിരിക്കും, തെറ്റ് പറയായിരിക്കും. ഈ ഓപ്പോസിറ്റ് കേട്ടോണ്ടിരിക്കുന്ന ആൾ എത്രമാത്രം ട്രസ്റ്റ് ചെയ്യുന്നുണ്ടെന്നുള്ളതാണ് അവിടുത്തെ ഒരു കാര്യം. എന്നിട്ട് ഇവർ വന്നിട്ട് അവരുടെ ഇപ്പൊ ഷ്യാമിന്റെ തലയിൽ യെല്ലോ ആണെന്ന് വെച്ചു. ഷ്യാമിന്റെ അടുത്ത് വേറൊരാൾ പറഞ്ഞു, ഷ്യാമിനെ ട്രസ്റ്റ് ആയിട്ടുള്ള ഒരാൾ പറഞ്ഞു, ഷ്യാമിന്റെ തലയിൽ യെല്ലോ ആണെങ്കിൽ അവനത് വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അവൻ യെല്ലോയുടെ അവിടെ പോയി നിൽക്കണം. വിശ്വസിച്ചില്ലെന്നുണ്ടെങ്കിൽ അവന് ഇഷ്ടമുള്ളിടത്ത് പോയി നിൽക്കുക. അല്ലെങ്കിൽ പലരോട് ഒപ്പീനിയൻ ചോദിച്ചിട്ട് എടുക്കാം. പക്ഷെ ഈ പലരോട് ഒപ്പീനിയൻ ചോദിക്കാൻ ഭയങ്കര കൺഫ്യൂഷൻ വരാനുള്ള ഷിബിനക്ക് അങ്ങനെ പറ്റുന്നുണ്ടായിരുന്നു. അതായത് ഷിബിനെ ഒത്തിരി പേരോട് അഭിപ്രായം ചോദിക്കുമ്പോഴത്തേന് പലരും പല കളർ പറയുന്നുണ്ട്. അപ്പൊ അന്നേരം മൊത്തത്തിൽ ലാസ്റ്റ് കൺഫ്യൂഷൻ. ഇതിപ്പോ നമുക്ക് ആർക്കെങ്കിലും ട്രസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരാളുണ്ടെന്നുണ്ടെങ്കിൽ അവരോട് തന്നെ ചോദിക്കുന്നതായിരിക്കും ഒരു നല്ലത്. അപ്പൊ അങ്ങനെ അവർ ഓരോരുത്തരും പോയി അവർക്ക് അലോക്കേറ്റ് ചെയ്തിരിക്കുന്ന കളറിൽ പോയി നിൽക്കുന്നു. അപ്പൊ എന്നിട്ട് ജഡ്ജസ് അവരെ തിരിച്ചു നിർത്തി കഴിഞ്ഞിട്ട് റനീഷ വന്നിട്ട് ഇപ്പൊ ഓരോ കളറിന്റെ, അതായത് അവർ നിൽക്കുന്ന അവരുടെ തലയിലുള്ള കളറും അവർ നിൽക്കുന്ന സർക്കിളിലെ കളറും മാച്ച് ആണെങ്കിൽ അവരെ അവിടെ തന്നെ സ്റ്റേ ചെയ്യിക്കും. അല്ലെന്നുണ്ടെങ്കിൽ ആ കളർ അല്ലാത്തവരെല്ലാം ഔട്ടാവും, ആ ഗെയിമിൽ നിന്ന് ഔട്ടാവും. അപ്പൊ അങ്ങനെ ഓരോരുത്തരായിട്ട് ഔട്ടായി തുടങ്ങി. ഇപ്പൊ എല്ലാ ഇപ്പം 4 കളേഴ്സ് ഉണ്ട്, 4 കളർ സർക്കിൾ ഉണ്ടല്ലോ. 4 കളർ സർക്കിൾ നിൽക്കുന്നവരുടെ തലയിലുള്ള കളർ അതേ സെയിം ഇതാണ്. ആരും ഔട്ടായില്ല റൗണ്ട് എന്നുണ്ടെന്നുണ്ടെങ്കിൽ നറുക്കിട്ടെടുത്തിട്ട് ചിലർ ഔട്ടാവും. അങ്ങനെ ചിലര് 1-2 സ്റ്റേജസിൽ അങ്ങനെ ആൾക്കാർ പോകുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഇവിടെ നമ്മൾ നോക്കുമ്പോൾ ഷാമോനും ഷിജിലാലും അങ്ങോട്ടും ഇങ്ങോട്ടും കറക്റ്റ് പറഞ്ഞിട്ടാണ് കളിക്കുന്നത്. അവര് ഒരു വിശ്വാസം, അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ട്രസ്റ്റ് വെച്ചിട്ട് അവർ നല്ല രീതിയിലായിരുന്നു അത് കളിച്ചു പോയത്. പക്ഷേ അത് ലാസ്റ്റ് കൊണ്ടുവന്ന ഒരു എന്താ പറയുന്നത്, ലാസ്റ്റ് കൊണ്ടുവന്ന് മറ്റേ കലമടയ്ക്കുക എന്ന് പറയത്തില്ലേ, അങ്ങനെ ഒരു അവസ്ഥയാണ് അവർ ചെയ്തത്. ഈ ഇവർ രണ്ടുപേരും നല്ല രീതിയിൽ കളിക്കുന്നത്. കാരണം ആ ഒരു ലാസ്റ്റ് സ്റ്റേജ് വരെ അവർക്ക് നല്ല രീതിയിൽ അവർ കളിച്ചു. അവർ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ട്രസ്റ്റ് ചെയ്തു. അവർ കറക്റ്റായിട്ട് പറഞ്ഞു കൊടുത്തു, കറക്റ്റായിട്ട് നിന്നു. ബാക്കിയുള്ളവർക്കൊന്നും അങ്ങനെയൊന്നും പറഞ്ഞു കൊടുക്കുന്നില്ല. പക്ഷെ ഇവർ രണ്ടുപേരും നന്നായിട്ട് പ്ലേ ചെയ്തു വന്നു. ലാസ്റ്റ് സ്റ്റേജ് വന്നപ്പോൾ ഇവർ രണ്ടുപേരും മാത്രമായി കഴിഞ്ഞപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മളൊരു ലാസ്റ്റ് സ്റ്റേജ് ഇപ്പൊ രണ്ടുപേരും തമ്മിൽ കളിക്കുമ്പോൾ രണ്ടുപേരും വിട്ടുകൊടുത്തു എന്നുള്ള രീതി നിൽക്കുവാണെന്നുണ്ടെങ്കിൽ അതൊരു ഭിന്നാവത്തില്ല. അപ്പൊ അന്നേരം ഷിജിലാന്റെ അടുത്ത് ചോദിക്കുന്നു, ഇതിപ്പം രണ്ടുപേര് ആസ് പെർ റൂള് രണ്ടുപേര് വന്നു കഴിഞ്ഞാൽ ഇവര് നറുക്കിട്ടെടുത്തിട്ട് വിടുവല്ലേ ചെയ്യുന്നത്. അപ്പൊ അന്നേരം ജഡ്ജസിന് അത് തീരെ ഇഷ്ടപ്പെട്ടില്ല. അതായത് ലക്കിന്റെ ബേസിൽ അവിടെ ജയിക്കാം, എനിക്ക് അതിനുള്ള റിസ്ക് അല്ലെ മറ്റേ ആളെ ഇത് ചെയ്യാൻ, ഞാൻ നന്മപരമാണ്, എനിക്ക് അവനെ ഇത് ചെയ്യാൻ പറ്റില്ല എന്നുള്ളത്. അതായത് ഇതുവരെ ഓക്കെ, ആ ലാസ്റ്റ് സ്റ്റേജ് എത്തുന്നിടം വരെ ഓക്കെ, അവർക്ക് ഗ്രൂപ്പ് പ്ലേ ചെയ്യാം, അത് ഫെയർ. പക്ഷെ ലാസ്റ്റ് രണ്ടുപേരും വന്നു കഴിയുമ്പോൾ അവർ ആ ഗ്രൂപ്പ് പ്ലേ വീണ്ടും കളിക്കാൻ പോയത് ഭയങ്കര. രഞ്ജിന് പറഞ്ഞു, നിങ്ങൾ ഇതിന്റെ തെറ്റായിട്ട് പറയുന്നിടം വരെ ഇത് കളിപ്പിക്കാന്ന് പറഞ്ഞാൽ 2-3 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്ത്. എനിക്ക് ഈ മണ്ടന്മാരെന്ത് ചെയ്യണ്ട, അന്നേരം ഒന്ന് പറയണ്ടേ, എന്താ അങ്ങോട്ടും ഇങ്ങോട്ടും തെറ്റിച്ച് പറയാം. ആരെങ്കിലും ഒരാൾ ജയിക്കുക, അതിനകത്ത് ജയിക്കുക എന്നുള്ളതാണ്. ഇവരതൊന്നും മറ്റേ ഇപ്പൊ കഴിഞ്ഞ ദിവസത്തെ മറ്റേ ആ ഒരു സർക്കിളിന് ചുറ്റും കയർ കെട്ടിയുള്ള ടാസ്കിൽ 2 പേർക്ക് കൊടുത്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതുപോലുള്ള എഫേർട്ട് അവര് വിട്ടില്ല, പരാപരം അങ്ങോട്ടും ഇങ്ങോട്ടും നിന്നു. അപ്പൊ അവരെ ഷിജിലാലും എൽദോയും കൂടെ കളിച്ചില്ലായിരുന്നു. അപ്പൊ അതിൽ നല്ല പരാപരം നിന്നു. അതുകൊണ്ടാണ് അവര് 2 പേർക്കും കൊടുത്തത്. പക്ഷെ ഇവിടെ എന്ന് പറയുന്നത് 2 പേർക്ക് ഓപ്ഷൻ ഉണ്ട്, മറ്റേയാളെ തെറ്റിക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. അത് പറഞ്ഞ് തെറ്റിച്ച് ഇതിനകത്തിൽ ആരാണോ ജയിക്കുന്നത് അവര് കേറട്ടെ എന്ന് വിചാരിക്കുന്നതിന് പകരം ഇവർ രണ്ടുപേരും ഇങ്ങനെ 3 റൗണ്ട്, അത് ഇവർക്ക് ജഡ്ജസിന് ഇഷ്ടപ്പെട്ടില്ല എന്ന് മനസ്സിലായി. അത് വീണ്ടും 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 റിപ്പീറ്റ് ചെയ്യിപ്പിച്ചു. അപ്പോഴത്തേന് ലാസ്റ്റില് ജഡ്ജസിന്റെ കയ്യിൽ നിന്ന് പോയി. അഖിൽമാരാരും രഞ്ജിനും ഭയങ്കരമായിട്ട് ഷൗട്ട് ചെയ്തു, നിങ്ങൾ എന്താ ഇവരെ. അപ്പോഴത്തേന് അഖിൽ എന്തോ പറയാൻ തുടങ്ങിയപ്പോഴത്തേന് ഷാമോ കയറി കട്ട് ചെയ്തിട്ട് ഞാൻ എന്ത് പറയട്ടെ എന്നൊക്കെ പറഞ്ഞത് ഇവർക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. അപ്പം ഇതുവരെ അഖിൽ അങ്ങനെ ദേഷ്യപ്പെട്ട് ഞാൻ കണ്ടിട്ടില്ല. അപ്പം ഈ ഒരു അഗ്നിപരീക്ഷയില്ല, നേരത്തെ ബിഗ് ബോസിലെ കാര്യമല്ല പറഞ്ഞത്, പുറത്തെ കാര്യമൊന്നുമല്ല പറഞ്ഞത്. പക്ഷെ ഈ ഒരു അഗ്നിപരീക്ഷ വന്നിട്ട് മറ്റു 3 ജഡ്ജസിനേക്കാളും അഖിലായിരുന്നു കുറച്ചൊന്ന് കാമായിട്ടിരിക്കുന്നത് മറ്റ് 2 പേരെക്കാളും. പക്ഷെ അഖിൽ ഭയങ്കരമായിട്ട് ദേഷ്യപ്പെട്ടു. അപ്പൊ അതായത് ഒരു ഇൻഡിവിജ്വൽ ഗെയിം പ്ലേ അല്ലെന്നുണ്ടെങ്കിൽ ഗ്രൂപ്പ് പ്ലാനിങ് ഒക്കെ ഓക്കെ, ഞാൻ ലാസ്റ്റ് അവർ 2 പേരാവുന്നതിന് മുമ്പ് വരെ ഗ്രൂപ്പ് പ്ലേ ഓക്കെയാണ്. പക്ഷെ ഈ ഒരു സ്റ്റേജ് വന്നിട്ട് അവർ ഗ്രൂപ്പ് പ്ലേ ചെയ്തത് തീരെ മണ്ടത്തരം എന്ന് പറയുന്നത്. കാരണം അവർ അത്രയും നേരം കൊണ്ടുവന്ന ഒരു സ്ട്രാറ്റജി ഇവർ ലാസ്റ്റിൽ ഇൻഡിവിജ്വലി കളിക്കുമായിരുന്നെങ്കിൽ ഇവർക്ക് ഭയങ്കരമായിട്ട് പ്രേസും പ്രേക്ഷകരെ വോട്ടിങ്ങിൽ നല്ല രീതിയിൽ മുന്നോട്ട് പോകുമായിരുന്നു. അപ്പൊ നമ്മൾ പല ബിഗ് ബോസ് സീസൺ കാണുമ്പോൾ നമ്മൾ ശ്രദ്ധിച്ചിട്ടില്ലേ, ഈ മറ്റേ വിട്ടുകൊടുക്കുന്ന ഒരു ഗെയിം കാണുമ്പോൾ നമുക്കൊരു അതിലൊരു നന്മമരം എന്നതിനേക്കാളും ഒരു സ്പോർട്സ് സ്പിരിറ്റ് ഇല്ല എന്നുള്ളത് പറയാൻ പറ്റുള്ളൂ. ഒന്നുകിൽ ഞങ്ങൾ 2 പേരും ജയിക്കണം, അല്ലെങ്കിൽ ഞങ്ങൾ 2 പേരും പോകണം, അങ്ങനെ ഒരു ആറ്റിറ്റ്യൂഡ്. അങ്ങനല്ല, നമ്മൾ മാക്സിമം ട്രൈ ചെയ്യുക, നമ്മൾ ജയിക്കോ ജയിക്കാതിരിക്കോ, ദാറ്റ്സ് എ ഡിഫറെന്റ് തിങ്. പക്ഷെ അതിനു വേണ്ടി ട്രൈ ചെയ്യുക.
ലാസ്റ്റ് വരെ നിന്ന് ഓക്കെ നിങ്ങൾ ഗ്രൂപ്പ് പ്ലേ കളിച്ചോ, എന്തൊക്കെ സ്ട്രാറ്റജി യൂസ് ചെയ്തോ ലാസ്റ്റ് വരെ. പക്ഷെ ലാസ്റ്റ് 2 പേരായിരുന്നപ്പോൾ അവർക്ക് ഒന്നുകിൽ തെറ്റിച്ച് പറയാം, ഒന്നുകിൽ ഇത് ചെയ്യാം. പക്ഷെ ഇവർ 2 പേരും കറക്റ്റ് ആയിട്ട് തന്നെ അവര് അങ്ങോട്ടും ഇങ്ങോട്ടും ട്രസ്റ്റ് വർത്തിയാണെന്ന് അങ്ങ് ആരെ പ്രൂവ് ചെയ്യും. അപ്പൊ അവര് ഇപ്പം അഖിൽ ചോദിക്കുന്നുണ്ട്, നിങ്ങളിതിപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ബിഗ് ബോസ് ഹൗസ് അല്ല, ഇത് നിങ്ങൾ ഇവാലുവേറ്റ് ചെയ്യുന്ന ഒരു ഇന്റർവ്യൂ ആണ്. നിങ്ങൾ അതിലേക്ക് പോകണോ വേണ്ടയോ എന്നുള്ള ഇവാലുവേറ്റ് ചെയ്യുന്ന ഒരു ഇന്റർവ്യൂ ആണ്. അവിടെ ചെന്നിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ നന്മവരം കളിച്ച് വേണമെന്നുണ്ടെങ്കിൽ കളിച്ചാലും കുഴപ്പമില്ല. പക്ഷെ ഇതിങ്ങനെ ഒരു ഇന്റർവ്യൂ പോലുള്ള ഒരു പ്രോസസ്സിൽ വന്നിട്ട് അവരാണെന്നുണ്ടെങ്കിൽ എല്ലാം മറ്റേ ആൾ പോകും. അപ്പൊ നിങ്ങൾ 2 പേരിൽ ഒരാളെ മാത്രമേ വിടാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞുള്ള ഒരു ഗെയിം കളിച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഇങ്ങനെ തന്നെ മുന്നോട്ട് പോകുമെന്ന് അഖിലും രഞ്ജിനിയും ഭയങ്കരമായിട്ട് ഷൗട്ട് ചെയ്തു. അപ്പോൾ വീണ്ടുമാണ് ഇവര് തർക്കിക്കാനൊക്കെ ഭയങ്കരമായിട്ട് തർക്കിക്കാനൊക്കെ ഷാമോനൊക്കെ നോക്കുന്നുണ്ട്. അത് അവർക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. അത് ഭയങ്കര ഒരു എന്താ പറയുന്നേ, ജഡ്ജസ് ഭയങ്കരമായിട്ടും ഇത് ചെയ്തു, ഷൗട്ട് ചെയ്തു. ഇങ്ങനെ ഇങ്ങനെ അതായത് നമ്മള് ജഡ്ജസിന് ഇത് ചെയ്യാൻ പറ്റുന്നില്ലെന്നുണ്ടെങ്കിൽ ഞങ്ങൾ ഇവിടെ ഇരിക്കേണ്ട ഒരു കാര്യമില്ല എന്ന് പറഞ്ഞിട്ട് ആദ്യം അഖിൽ ഇറങ്ങിപ്പോയി, രഞ്ജിനി ഇറങ്ങിപ്പോയി. പിന്നാണെന്നുണ്ടെങ്കിൽ റിയാസ് ഇറങ്ങിപ്പോയി. 3 പേര് ഇറങ്ങിപ്പോയി. അപ്പൊ ഈ ഒരു ഇതില് അവര് ജഡ്ജസ് വോക്കൗട്ട് ചെയ്തു. കാരണം അവര് ഇങ്ങോട്ട് തർക്കിച്ചോണ്ടിരിക്കുക. അപ്പം അത് കാരണം ജഡ്ജസിന് ഭയങ്കരമായിട്ട് ദേഷ്യമായി. അപ്പം പിന്നെ റെനീഷ ആ ഒരു ഷോ അങ്ങ് സ്റ്റോപ്പ് ചെയ്യുന്നുണ്ട്. സ്റ്റോപ്പ് ചെയ്തിട്ട് പറയുന്നുണ്ട്, ഇന്നിപ്പം ആരെ എലിമിനേറ്റ് ചെയ്തിട്ടില്ല, കാരണം ജഡ്ജസ് പിണങ്ങിപ്പോയി. അപ്പം ഇന്നത്തെ ഷോ അങ്ങനെ ഓഫ് ചെയ്ത് അങ്ങനെ തീർത്തവരങ്ങ് ഇറങ്ങിപ്പോയി. എനിക്ക് തോന്നുന്നു അത് കുറച്ച് ഓവർ ഡ്രമാറ്റിക് കൊണ്ട് ജഡ്ജസ് തന്നെ ഇതിന് ആൾക്കാരെ ഹുക്ക് ചെയ്യിക്കാൻ എന്തെങ്കിലുമൊക്കെ വേണമല്ലോ. അതുകൊണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അഗ്നി പരീക്ഷയ്ക്ക് നമ്മുടെ നോർമൽ ബിഗ് ബോസിൽ കിട്ടുന്ന ഒരു എന്താ ഒരു ആൾക്കാരുടെ അടുത്ത് ഉള്ള ഒരു എത്തിപ്പെടുന്നില്ല എന്ന് നമുക്ക് ശ്രദ്ധിച്ചാൽ കാണാൻ പറ്റും. മറ്റേ നോർമൽ ബിഗ് ബോസിൽ കയറുമ്പോൾ അവിടെ കിട്ടുന്ന ഒരു എക്സ്പോഷർ ഈ അഗ്നിപരീക്ഷയ്ക്ക് കിട്ടത്തില്ല. അപ്പൊ ഇങ്ങനെയുള്ള കുറച്ച് ഡ്രാമയൊക്കെ അതിനകത്ത് ഓവർ വേണം. അപ്പൊ അതാണ് ഇവിടെ കണ്ടത്. പക്ഷെ എന്തായാലും അങ്ങനെ ഈ ഒരു അഗ്നിപരീക്ഷയുടെ ഈ ഒരു എപ്പിസോഡ് തീർന്നു. അപ്പം നാളെ അതിന്റെ ബാക്കിയായിട്ടുള്ള സാധനങ്ങൾ നാളെ കാണാൻ പറ്റും. അപ്പം നിങ്ങൾ ഇതുവരെ കേട്ടതിൽ വളരെ നന്ദി. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ഇപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക. താങ്ക് യു.